നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ 20 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ 3 മുന്നണികളും ശക്തമായ പ്രചരണ തന്ത്രം തന്നെയാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പല ചാനലുകളും സർവേ റിപ്പോർട്ടുകൾ, ഒപ്പീനിയൻ പോളുകളൊക്കെ തന്നെ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അതിൽ പ്രധാനമാണ് മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട PMarQ അഭിപ്രായ സർവേ. ഇതിലൂടെ പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ, അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പലരും പങ്കുവയ്ക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇത്തവണ UDF തരംഗം തന്നെയാണ് പ്രധാനമായും മാതൃഭൂമിയും അഭിപ്രായ സർവേ നടത്തി പ്രവചിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് 2 ഘട്ടങ്ങളിലായി നടത്തിയ സർവേ ഉണ്ട്. അടുത്ത ദിവസം മറ്റൊരു ഘട്ടം കൂടി പുറത്തു വരാനായിരിക്കുന്നുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോട്ടയം മണ്ഡലങ്ങളിൽ UDFന് അനുകൂലമായൊരു വിധിയെഴുത്ത് തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് മാതൃഭൂമിയും അടിവരയിട്ട് പറയുന്നത്. പക്ഷേ വടകരയും പാലക്കാടും LDF തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു പ്രതികൂല റിപ്പോർട്ട് കൂടിയാണ് മാതൃഭൂമി PMarQ ഇത്തവണ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ തന്നെയാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. മാവേലിക്കരയിൽ ഇത്തവണ UDFനും LDFനും തുല്യമായൊരു സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. 7 മണ്ഡലങ്ങളിലെ സാധ്യതകളാണ് 2ാം ദിനത്തിൽ, അതായത് ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. 2 ദിവസം മുൻപായിരുന്നു ആദ്യഘട്ട സർവേ ഫലം പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഈ സർവേ ഫലം കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. അഭിപ്രായ സർവേയിൽ ആദ്യ ദിവസത്തെ സാധ്യത പ്രഖ്യാപിച്ച 7 മണ്ഡലങ്ങളിൽ 6 ഇടത്തും UDFന് തന്നെയാണ് ഏറ്റവും ശക്തമായ വിജയസാധ്യത പ്രവചിക്കപ്പെട്ടിരുന്നത്. ആ മണ്ഡലങ്ങളെന്ന് പറയുന്നത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കാസർഗോഡ്, ചാലക്കുടി, വയനാട്, കൊല്ലം മണ്ഡലങ്ങൾ തന്നെയാണ്. ഈ മണ്ഡലങ്ങൾ എത്ര വലിയ അടിയൊഴുക്കുകൾ ഉണ്ടായിരുന്നാലും UDFനൊപ്പം നിലകൊള്ളുമെന്ന് തന്നെയാണ് അവർ പ്രവചിച്ചത്. പക്ഷേ കണ്ണൂരിൽ സിറ്റിംഗ് സീറ്റായിട്ടുള്ള സുധാകരൻ്റെ സീറ്റ് UDFനെ കൈവിടുമെന്നാണ് സർവേ പറയുന്നത്. പകരം LDF സ്ഥാനാർത്ഥിയായ MV ജയരാജൻ അവിടെ വിജയിക്കുമെന്ന പ്രവചനവും നടത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ഉൾപ്പെടെ ബാക്കിയുള്ള 6 മണ്ഡലങ്ങളിലെ സാധ്യതകൾ വെള്ളിയാഴ്ച ദിവസം പ്രഖ്യാപിക്കാനായിരിക്കുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ ഫലങ്ങൾ വലിയ ചർച്ചയായി മാറുന്നത്. അതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് വടകര ഷാഫി പറമ്പിലിനെ കൈവിടുമെന്നും അവിടെ ശൈല ടീച്ചറിന് മികച്ച ഒരു വേരോട്ടം ഉണ്ടാകുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മറുഭാഗത്ത് ചിന്തിക്കേണ്ടതായിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. അതിനു മുൻപായി സർവേ ഫലങ്ങളെ വിലയിരുത്തി വരികയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ UDFന് തന്നെയാണ് മേൽക്കോയ്മ പ്രഖ്യാപിക്കുന്നത്. 33% വോട്ട് ഷെയർ തന്നെയാണ് ആന്റോ ആന്റണി നേടുക. തൊട്ടു പിന്നിലായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ LDFും NDAയും തുല്യമായി തന്നെയാണ് വോട്ട് ഷെയർ പങ്കിടാൻ പോകുന്നത് എന്നാണ് അഭിപ്രായ സർവേയിൽ പറയുന്നത്. 31% വോട്ടുമായി അനിൽ ആന്റണിയും അതുപോലെ തോമസ് ഐസക്കും കേവലം 2% വോട്ട് ഷെയറിന്റെ വ്യത്യാസവുമായി പിന്നാലെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശക്തമായ വാശിയേറിയ ഒരു മത്സരം തന്നെയായിരിക്കും പത്തനംതിട്ടയിൽ ഉണ്ടാകുക. 3 മുന്നണികളും മികച്ച പ്രകടനം തന്നെയായിരിക്കും കാഴ്ചവെക്കുക എന്നാണ് മാതൃഭൂമിയുടെ അഭിപ്രായ സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി പാലക്കാട് നോക്കുകയാണെങ്കിൽ വിജയരാഘവൻ 38% വോട്ടോടുകൂടി LDFന്റെ സീറ്റ് നിലനിർത്തുമെന്നാണ് പ്രവചിക്കുന്നത്. അവിടെ വിജയസാധ്യത നേരത്തെ പറഞ്ഞിരുന്ന VK ശ്രീകണ്ഠൻ UDF സ്ഥാനാർത്ഥി 36 വോട്ട് ശതമാനവുമായി 2% പിന്നിലേക്ക് കുതിക്കുമെന്നും NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് 24% വോട്ട് ലഭിക്കുമെന്നുമാണ് പറയുന്നത്. പ്രധാനമായും വിലയിരുത്തുന്ന ഒരു മണ്ഡലമെന്ന രീതിയിൽ പാലക്കാടും അതുപോലെ തന്നെ വടകരയും UDFന് കൈവിട്ടു പോകുമെന്നാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം പ്രവചിച്ച കണ്ണൂരും UDFന്റെ കയ്യിൽ നിന്നും പോകുമെന്നും അത് LDF സ്വന്തമാക്കുമെന്നുമാണ് മാതൃഭൂമിയും പറയുന്നത്. സമാനമായ ഒരു നിലയിൽ തന്നെയാണ് പത്തനംതിട്ടയും ഉള്ളത്. കേവലം 2% വ്യത്യാസം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഇനി ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ CPMൽ നിന്നും LDFൽ നിന്നും ആലപ്പുഴ തിരിച്ചു പിടിക്കാനായി കോൺഗ്രസിന് കഴിയുമെന്നും KC വേണുഗോപാൽ 41% വോട്ടോടുകൂടി അവിടെ വിജയിക്കുമെന്നും 2ാം സ്ഥാനത്ത് MA ആരിഫ് 38% വോട്ട് നിലനിർത്തുമെന്നും ശോഭാ സുരേന്ദ്രൻ 3ാം സ്ഥാനത്ത് 19% വോട്ടോടുകൂടി NDA സ്ഥാനാർത്ഥി നിലകൊള്ളുമെന്നുമാണ് പറയുന്നത്. മലപ്പുറത്ത് യാതൊരു സംശയവും വേണ്ട, ET മുഹമ്മദ് ബഷീർ UDFന്റെ സ്ഥാനാർത്ഥി 54% വോട്ട് ഷെയറോടുകൂടി മുന്നോട്ട് പോകുമെന്നും LDF V വസീഫ് 31% വോട്ടുകളും NDA സ്ഥാനാർത്ഥിയായ M അബ്ദുൽ സലാം 12% വോട്ടുകൾ നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇനി കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടി വളരെ ശക്തമായൊരു മത്സരം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമായി തന്നെയാണ് LDFന്റെയും UDFന്റെയും കേരള കോൺഗ്രസ് പ്രതിനിധികൾ മത്സരിക്കുന്ന മണ്ഡലമായ കോട്ടയം. 42% വോട്ടോടുകൂടി ഫ്രാൻസിസ് ജോർജ് ഒരു ജയത്തിലേക്ക്, അട്ടിമറി ജയത്തിലേക്ക് കടക്കുമെന്നുള്ള ഒരു പ്രവചനമാണ് ഉണ്ടായിരിക്കുന്നത്. തോമസ് ചാഴിക്കാടനെ കൈവിടുമെന്നും 1% വോട്ടിന് പിന്നിലായി താഴേക്ക് പതിക്കുമെന്നുമാണ് നിലവിൽ മനസ്സിലാക്കാനായി കഴിയുന്നത്. 3ാം സ്ഥാനത്ത് എത്തിച്ചേരാൻ പോകുന്നത് തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കും. NDA സ്ഥാനാർത്ഥി 10% വോട്ടായിരിക്കും നേടുകയെന്നും അഭിപ്രായ സർവേയിൽ പറയുന്നു. ഇനി മാവേലിക്കരയിലേക്ക് പോവുകയാണെങ്കിൽ വളരെ വിചിത്രമായ ഒരു സർവേ ഫലം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. വിജയസാധ്യത 2 പാർട്ടികൾക്ക്, 2 മുന്നണികൾക്ക് പറഞ്ഞിരിക്കുന്നു. LDFനും UDFനും ഒരേപോലത്തെ വോട്ട് ഷെയർ തന്നെയാണ് പറയപ്പെടുന്നത്. 41% വീതം കൊടിക്കുന്നിൽ സുരേഷും അതുപോലെ
LDF സ്ഥാനാർത്ഥിയായ C. അരുൺകുമാറും നിലനിൽക്കുമെന്നും ശക്തമായ കട്ടയ്ക്കുള്ളൊരു വാശിയേറിയ മത്സരം തന്നെയായിരിക്കും മാവേലിക്കരയിൽ ഇത്തവണ കാഴ്ചവെക്കുന്നതെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാം സ്ഥാനത്ത് NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല 16% വോട്ടുകൾ നേടി പിന്തള്ളപ്പെടുമെന്നും പറയുന്നു. ഇനി വടകരയിൽ നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം തന്നെ ആയിരുന്നു ആര് ജയിക്കുമെന്നുള്ളത്. പാലക്കാട് നിന്നും കണ്ണീരോടെ യാത്രയാക്കിയ ഷാഫി പറമ്പിലിനെ കണ്ണു നിറഞ്ഞാണ് വടകരക്കാർ സ്വീകരിച്ചതായി നാം ഇവരും കണ്ടത്. പക്ഷേ അവിടെയും രണ്ടാം സ്ഥാനത്തേക്ക് ഷാഫിയെ പിന്തള്ളുമെന്നാണ് മാതൃഭൂമി പറയുന്നത്. KK ശൈലജ ടീച്ചർ LDF സ്ഥാനാർത്ഥി 41% വോട്ട് നിലനിർത്തുമ്പോൾ ഷാഫി 35% വോട്ടുകൾ നേടി പിന്നിലാകുമെന്നും 6% വ്യത്യാസമുണ്ടാകുമെന്നുമാണ് നിലവിൽ മാതൃഭൂമിയുടെ സർവേ ഫലത്തിൽ വ്യക്തമാക്കുന്നത്. മൂന്നാം സ്ഥാനത്തായി NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ 22% വോട്ടുകൾ നേടുമെന്നും പറഞ്ഞു. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന സർവേ ഫല റിപ്പോർട്ട് അതിങ്ങനെയാണ്. തിരുവനന്തപുരത്തെ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. ശശി തരൂർ UDF സ്ഥാനാർത്ഥി 37% വോട്ട് നേടി ഒന്നാം സ്ഥാനത്തെത്തുമെന്നാണ് പ്രവചിക്കുന്നത്. വീണ്ടും 4ാം തവണയും തരൂരിന് തന്നെയാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. ഒപ്പം പന്ന്യൻ രവീന്ദ്രൻ 2ാം സ്ഥാനത്തെത്തുമെന്ന ഒരു പ്രവചനമാണ് ഉണ്ടായിരിക്കുന്നത്. 34% വോട്ടുകൾ LDFന് സമാഹരിക്കാൻ കഴിയുമെന്ന ഒരു വിജയ പ്രതീക്ഷയുണ്ട്. മൂന്നാം സ്ഥാനത്തായി NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെ പിന്തള്ളുമെന്നും 27% വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിക്കുകയെന്നും പറയുന്നു. കാസർഗോഡ് പരിശോധിക്കുകയാണെങ്കിൽ സിറ്റിംഗ് MP രാജ്മോഹൻ ഉണ്ണിത്താന് തന്നെയാണ് മുൻതൂക്കം സർവേ ഫലത്തിൽ പറയുന്നത്. 41% വോട്ട് ഷെയർ ലഭിക്കുകയും രണ്ടാം സ്ഥാനത്ത് LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണനും 36% വോട്ടുകളോടുകൂടി മൂന്നാം സ്ഥാനത്തായി ML അശ്വതി NDA സ്ഥാനാർത്ഥി 21% വോട്ടുകൾ നേടുമെന്നും പറയുന്നു. ഇനി വാശിയേറിയ മറ്റൊരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. കേന്ദ്രമന്ത്രി V. മുരളീധരനും അതുപോലെ തന്നെ സിറ്റിംഗ് MPയും ഒക്കെ മത്സരിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അവിടെയും വിജയസാധ്യത അടൂർ പ്രകാശിന് തന്നെയാണ് പറയുന്നത്. UDF 36% വോട്ടുകൾ നേടുമെന്നും LDF രണ്ടാം സ്ഥാനത്തായി 32% വോട്ട് നേടുമെന്നും പറയുന്നു. മൂന്നാം സ്ഥാനത്തേക്ക് V. മുരളീധരനെ പിന്തള്ളപ്പെടുമെന്നും 29% വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിക്കുകയെന്നും പ്രവചിക്കപ്പെടുന്നു. ഇനി ചാലക്കുടിയിലേക്ക് പോവുകയാണെങ്കിൽ ബെന്നി ബെഹനാന് ഈ 42% വോട്ടുകൾ നേടാൻ സാധിക്കുമെന്നും LDF സ്ഥാനാർത്ഥി C. രവീന്ദ്രനാഥിന് 37% വോട്ടുകളും മൂന്നാം സ്ഥാനത്ത് NDA സാരഥി K. ഉണ്ണികൃഷ്ണൻ 19% വോട്ടുകൾ സമാഹരിക്കുമെന്നും പറയുന്നു. ഇനി ശ്രദ്ധേയമായൊരു മണ്ഡലമാണ് വയനാട് മണ്ഡലം. രാഹുൽ ഗാന്ധി MP മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണ്. ഇത്തവണയും രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് വിജയസാധ്യത കൽപ്പിക്കുന്നത്. രണ്ടാം സ്ഥാനത്തായി LDF ആനിരാജ എത്തിച്ചേരുമെന്ന് കരുതുന്നുണ്ട്. ഇതുവരെയും NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ള വയനാട് ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും അഭ്യൂഹങ്ങൾ അനുസരിച്ചുകൊണ്ട് 13% വോട്ട് നേടുമെന്ന് പറയുന്നു. AP അബ്ദുള്ളക്കുട്ടിയെ മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യത തുറന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കൊല്ലത്ത് വരികയാണെങ്കിൽ ഇത്തവണയും സിറ്റിംഗ് MP ആയ കൊല്ലത്തുകാരുടെ പ്രിയപ്പെട്ട പ്രേമചന്ദ്രൻ തന്നെ മത്സരിച്ച് വിജയിക്കുമെന്ന് തന്നെയാണ് സർവേ ഫലത്തിൽ വ്യക്തമാക്കുന്നത്. RSPയുടെ എല്ലാവിധ പിന്തുണയോടുകൂടി UDFൽ നിന്നും 49% വോട്ടോടുകൂടി പ്രേമേന്ദ്രൻ വിജയിക്കുമെന്നും LDF സ്ഥാനാർത്ഥിയായ മുകേഷ് 36% വോട്ടുകളോടുകൂടി രണ്ടാം സ്ഥാനത്തെത്തുമെന്നും NDA സ്ഥാനാർത്ഥി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. നിരവധി പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. തുടക്കത്തിൽ കുമ്മനം രാജശേഖരൻ്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സന്ദീപ് വചസ്പതിയുടെ പേര് കേൾക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പേരുകൾ ഉയർന്നു കേൾക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് കൊല്ലത്തേത്. ഇതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും സർവേ ഫലത്തിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 14% വോട്ടാണ് മൂന്നാം സ്ഥാനത്ത് NDAക്ക് ലഭിക്കാനായി പോകുന്നതെന്നും പറയുന്നുണ്ട്. കണ്ണൂരിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അട്ടിമറി ജയം ഉണ്ടാകുമെന്നും K. സുധാകരനെ പിന്തള്ളി 42% വോട്ടോടുകൂടി LDF സ്ഥാനാർത്ഥി MV ജയരാജൻ മുന്നോട്ട് വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 39% വോട്ടാണ് UDFന് പ്രവചിക്കുന്നത്. NDA സ്ഥാനാർത്ഥിക്ക് C. രഘുനാഥിന് 17% വോട്ടുകൾ ലഭിക്കുമെന്നും ഇതിൽ പറയുന്നു. ഒപ്പം തന്നെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായ സർവേ അനുസരിച്ച് നോക്കുമ്പോൾ ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കാൻ ഇത്തവണ സാധ്യതയില്ല. വീണ്ടും കേന്ദ്ര സർക്കാർ BJP തന്നെ ആയിരിക്കുമെന്നാണ് നിരവധി ആളുകൾ വിശ്വസിക്കുന്നത്. 67% ആളുകളും ഈ അഭിപ്രായം പങ്കുവച്ചപ്പോൾ സർക്കാർ രൂപീകരിക്കുമെന്ന് 19% ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട്. 14% പേർ യാതൊരുവിധ അഭിപ്രായവും പങ്കുവയ്ക്കുന്നില്ല എന്നതാണ് മറ്റൊരു വിഷയം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.